പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് 70 സെൻറ്റിമീറ്ററിൽ നമ്മൾ ഒരു സാരി ബ്ലൗസ് തയ്ക്കാനായിട്ട് ഒരു അത്യാവശ്യം നമുക്ക് വന്നു. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് നമുക്ക് ഈ സ്കെച്ചിട്ട് വർക്ക് ചെയ്യാൻ ഒരു ഐഡിയ കിട്ടിയാൽ നിങ്ങൾക്ക് എപ്പോഴും എളുപ്പമായിരിക്കും. കൈ ഏത് ഭാഗത്തിടണം, ബെൽറ്റ് പീസ് ഏത് ഭാഗത്തിടണം, ഫ്രണ്ട് പീസ് ക്രോസ് കട്ടിംഗ് ആണ് ഏത് ഭാഗത്തിടണം. ചില സമയങ്ങളിൽ നമുക്ക് സാരി ബ്ലൗസൊക്കെ കിട്ടുന്നത് ഒരു പക്ഷേ 70 സെൻറ്റിമീറ്ററോ 60 സെൻറ്റിമീറ്ററോ ഒക്കെ ആകാം. ആ സാഹചര്യത്തിൽ നമ്മൾ ഫ്രണ്ടൊക്കെ ജോയിൻ്റ് ഇട്ടൊക്കെ എടുക്കാറുണ്ട്. എങ്കിൽ തന്നെയും നമ്മൾ ജോയിൻ്റ് ഇല്ലാതെ ഒരു ക്രോസ് കട്ടിംഗ് ബ്ലൗസ് 70 സെൻറ്റിമീറ്ററിൽ എത്രത്തോളം ഭംഗിയായിട്ടും ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഈ ഒരു സ്കെച്ച് കാണാൻ കഴിയും. 70 സെൻറ്റിമീറ്റർ തുണി എന്നുള്ളത് കൃത്യം ഞാൻ അളന്ന് കാണിക്കും. അതെങ്ങനെ ക്രോസ് ഇടണം, എവിടെ കൈ എടുക്കണം, എവിടെ ഫ്രണ്ട് എടുക്കണം, എവിടെ ബാക്ക് പീസ് എടുക്കണം, ഇനി അതുകൂടാതെ ഇത്രയും എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയൊക്കെ സപ്ലൈ പീസ് കിട്ടും എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനും തുണിയും ഇപ്പോൾ നിലവിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു പാറ്റേൺ എത്രത്തോളം അളവ് കിട്ടും എന്നതിനെക്കുറിച്ച് വിശദീകരിച്ചൊരു വീഡിയോ തരാനാണ്. ഇങ്ങനെ സാരി വിത്തൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് തികയാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ച് പല സബ്സ്ക്രൈബറും ചോദിച്ചിരുന്നു. അതുകൂടാതെ ഈ വർക്കുള്ള പീസുകൾ വരും, ഒത്തിരി വർക്കുള്ള പീസും 10,000-5,000 രൂപ മീറ്റർ വിലയുള്ള ചില തുണികൾ വരുമ്പോൾ അത് നമ്മൾ 1 മീറ്ററൊക്കെ എടുക്കാൻ പോവുകയാണെങ്കിൽ ഒരുപാട് എമൗണ്ട് ആവും. സത്യത്തിൽ ആ വർക്കുള്ള പീസ് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? ഫുള്ളായിട്ട് നമുക്ക് തയ്ക്കണം. അത് 70 സെൻറ്റിമീറ്ററിൽ നമ്മൾ തയ്ക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഘടകമാണ്. അപ്പം അതുപോലെ തന്നെ ഇതിപ്പോൾ ലൈനിങ് ഇട്ട് നിങ്ങൾ വെട്ടിയെടുക്കാം. ലൈനിങ്ങിൽ വെട്ടിയെടുത്തിട്ട് ലൈനിങ് ഇട്ട് നമ്മൾ സാരി ബ്ലൗസ് വെട്ടിയെടുത്താൽ നമ്മൾക്ക് എത്രത്തോളം അത് സ്പീഡിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനൊരു തിയറി നിങ്ങൾ പഠിച്ച് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തന്നെ ഇതേപ്പറ്റി ഒരു മനസ്സിലാക്കിയാൽ ആരോടും ചോദിക്കാതെ തന്നെ നിങ്ങൾക്കിത് എടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ ബാക്ക് പീസ് ഇടുന്നു, ഫ്രണ്ട് പീസ് ഇടുന്നു, കൈ ഇടുന്നു, അതുകൂടാതെ ഇതിൻ്റെ സപ്ലൈ പീസ് എല്ലാം കൃത്യമായി തന്നെ അളന്ന് കാണിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും ഒരു സംശയവും ഒരു തർക്കവും തോന്നാം. ഇത് 36 ഇഞ്ച് വീതിയിലുള്ള തുണിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 36 ഇഞ്ച് വീതിയുള്ള തുണി കാണിച്ചു തരാം. 36 തന്നെ ഇല്ല, 35.5 ഉള്ളത്. നോക്കുക, ഉണ്ടോ? ഞാൻ ടേപ്പ് വെച്ച് തന്നെ കാണിച്ചു തരാം. 35 ഒരു ബ്ലാക്ക് ലൈൻ തേരി പീസ് ഉണ്ട്, തേനി പീസ് വരുന്നത് 30 കണ്ടുള്ളൂ 35 ഇത്രയും വീതിയാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ മീറ്റർ 70 സെൻറ്റിമീറ്റർ എന്നുള്ളത് നമുക്കൊന്ന് അളന്ന് നോക്കാം. ടേപ്പ് വെച്ച് തന്നെ നമുക്ക് അളക്കാം. കൃത്യമായി തന്നെ ടേപ്പ് വെച്ചിട്ടുണ്ട്. ഞാനിന്ന് അളന്ന് കാണിച്ചു തരാം. ഇത് കാണണം, ടേപ്പ് വെച്ചിരിക്കുന്ന ഭാഗം മുതൽ നിങ്ങളൊന്ന് നോക്കണം. കറക്റ്റ് 70 സെൻറ്റിമീറ്റർ കഷ്ടി നിൽക്കുന്നത് കണ്ടോ? കറക്റ്റ് 70 കഷ്ടിയുള്ളൂ. ഈ ഭാഗം കൊണ്ടാണ് 70 സെൻറ്റിമീറ്റർ നിൽക്കുന്നത്. അത് കൃത്യം നിങ്ങളൊന്ന് നോക്കണം. അപ്പോൾ 70 സെൻറ്റിമീറ്റർ കൃത്യമായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊരു കോമ്പറ്റീഷന് വേണ്ടിയൊന്നുമല്ല, നമുക്കൊരു ഗുണകരമായ രീതിയിൽ നിൽക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇതിന് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ വണ്ണവും ഇറക്കവും ആദ്യം നോക്കാം. ബാക്ക് പീസിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ലൈനിങ് വെട്ടുവാണെങ്കിൽ നമുക്ക് ലൈനിങ് ഇട്ട് വെട്ടിയാൽ മതിയല്ലോ. ലെങ്ത് നമുക്ക് നോക്കാം, മാക്സിമം തീർന്ന് കിട്ടേണ്ടത് എത്രയാണ് നോക്കിയോളൂ. 1/2 ഇഞ്ച് ലൈനിങ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എടുക്കാൻ പറ്റും. ഇതുകൊണ്ട് നമുക്ക് ഒരു 13.25 13.5 ലെങ്ത് കിട്ടും. ഇതിപ്പം നിലവിൽ 14.5 ഉണ്ട്. നമ്മൾ ലൈനിങ് ഇട്ട് വെച്ചിട്ട് 4 ഇഞ്ചൊക്കെ തൊമ്പ് പിടിക്കുവാണെങ്കിൽ നമുക്ക് 14.5 ഇഞ്ച് ലെങ്ത് കിട്ടും. ഇനി വണ്ണം നോക്കാം. നമുക്ക് വണ്ണം മാക്സിമം നമ്മൾ എത്ര കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഏറ്റവും മേളത്തെ വണ്ണം നമുക്ക് ടേപ്പ് തന്നെ വെച്ച് ഞാൻ കാണിക്കാം. തുണി കുറവാണ്, നമ്മൾ 1/2 ഇഞ്ച് മാത്രം തള്ളിയാലും നമുക്കിത് മൊത്തം 21 ഇഞ്ച് ബാഗ് കിട്ടുന്നുണ്ട്. ഉണ്ടോ? 21 ഇഞ്ച് ബാക്ക് പീസ് മേലുഭാഗം കിട്ടുന്നുണ്ട്. 21 ഞാനൊന്നുകൂടെ കാണിച്ചു തരാം. കണ്ടോ? 21 ഇഞ്ച് മേലുഭാഗം കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ ഓരോ സൈഡിലും ഒരു 3/4 ഇഞ്ച് കുറയ്ക്കുവാണെങ്കിൽ എന്നാ വരും? നമുക്ക് 19.5 ഇഞ്ച് സുഖമായിട്ട് കിട്ടും.
19 ഇഞ്ച്. നമ്മളിനിയിപ്പം തുമ്പ് വേണ്ട, തുമ്പ് കുറച്ചൊരു അരയിഞ്ച് തുമ്പ് ഇട്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് 20 ഇഞ്ചും കിട്ടും. 20 ഇഞ്ച് വണ്ണം കിട്ടുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് 36, 37 ഇഞ്ച് ചെസ്റ്റ് വണ്ണമുള്ള ഒരാൾക്കും 14 ഇഞ്ച് 13.5 ഇഞ്ച് ഇറക്കമുള്ള ഒരാൾക്കും നമുക്കൊരു പക്ഷേ 70 സെൻറ്റിമീറ്റർ ഈ ബ്ലൗസ് തയ്ക്കാൻ സാധിക്കും. അപ്പം അതൊന്ന് കുറിച്ച് വെക്കുക. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഭാഗം നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ ഇല്ലെങ്കിൽ ഒരു പിന്നെ ബുക്കിൽ വരച്ചിടുകയോ ചെയ്യണം. ഇനി നമുക്ക് ഇടവണ്ണം നോക്കാം, എത്രത്തോളം കിട്ടുമെന്ന്. ഇടവണ്ണം നമുക്ക് 1/2 ഇഞ്ച് തള്ളിക്കഴിഞ്ഞിട്ട് നോക്കുക. ഇത് 16.5 ഇഞ്ചുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ടേപ്പ് വെച്ചാൽ 16.5 ഇഞ്ച് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര വേണം? ഇടവണ്ണം ഏകദേശം ഒരു 31 വരെ കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. ഒരു 3/4 ഇഞ്ച് വെച്ച് തുമ്പ് തള്ളിയാൽ അത്രത്തോളം കിട്ടും. ഈ 31 എന്നുള്ള കണക്കും എഴുതി വെക്കുക. ഇനി ഏകദേശം നമുക്ക് നോക്കാനുള്ളത് കൈനീളം നമുക്കൊന്ന് നോക്കാം. കൈനീളം ഞാൻ ടേപ്പ് വെച്ച് കാണിക്കാം, നോക്കിക്കോണം. ഇതാ കൈനീളം നമ്മൾ ലൈനിങ് ഇട്ട് വെക്കുകയാണെങ്കിൽ ഏകദേശം 8.25 വരെ നമുക്ക് കിട്ടും. നോക്കണം, ഒരു 4 ഇഞ്ച് ഒരു പോയിൻറ്റും തുമ്പ് തള്ളി, തുണി കുറവല്ലേ, 4 ഇഞ്ച് പോയിൻറ്റും തുമ്പ് തള്ളി നമുക്കൊന്നുണ്ട് 8.25 വരെ. ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 9 വേണേലും പിടിക്കാം, നോക്കണ്ട 8.5 കിട്ടിക്കോട്ടെ. 8.5 ഇഞ്ച് വരെ കിട്ടും. ഇനി കൈവണ്ണം നമുക്കൊന്ന് നോക്കാം. കൈവണ്ണം നോക്കാം നമുക്ക്. ഇതിപ്പം 13 ഇഞ്ചുണ്ട് നിലവിൽ ടേപ്പ് വലിക്കാതെ ഞാൻ വെച്ച് തന്നെ കാണിച്ചു തരാം. 8.5 ഇഞ്ച് കൈനീളം മിനിമവും കിട്ടും. ഇത് 13 ഇഞ്ചുണ്ട്. എങ്ങനെ പോയാലും നമുക്ക് 12 ഇഞ്ച് തീർന്നും കിട്ടും. 12 ഇഞ്ച് തീർന്ന് കൈവണ്ണവും കിട്ടും. ഇനിയിപ്പോൾ ചിലർക്ക് ഒരു സംശയം തോന്നും, ഞാൻ ബെൽറ്റ് പീസ് ഇട്ടിരിക്കുന്നത് കുറവാണോ എന്ന്. അപ്പം ബെൽറ്റ് പീസിൻ്റെ അളവും കൂടെ നമുക്ക് നോക്കാം, രണ്ടും നോക്കാം എത്ര വരുമെന്ന്. ഇതുണ്ട്, മാർക്ക് ചെയ്ത പ്രകാരം തന്നെ 31.25 31 വരെ കിട്ടും. 7.25 ഇതും താഴെ തന്നെ അളന്ന് നോക്കാം. താഴത്തെ ബെൽറ്റ് പീസ് സെയിം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, 7.25. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ഒരു അളവ് നോക്കാം. കാരണം ഞാൻ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഈ ഫ്രണ്ട് പീസ് ഓക്കെ ആകാതിരിക്കുമോ, ഇതിന് വേണ്ടി തന്നെ ഞാൻ വെട്ടിയതാണോ എന്ന് ഒരു പക്ഷേ ഒരു തോന്നൽ വരും. പക്ഷേ ഫ്രണ്ട് പീസിൻ്റെ ലെങ്തും അളക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കുകയും ചെയ്യാം, അല്ലേ? അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ നോക്കിക്കോണം. ഈ ഫ്രണ്ട് പീസ് നമുക്ക് അളക്കാം. ഇതുള്ളൂ, 1/2 ഇഞ്ച് തള്ളി 12.5 വരെ വരുന്നുണ്ട്. 12.5 ഇന്ന ഇവക്ക് വരിക, നമുക്ക് 12 പിടിക്കാം. 12 ഇഞ്ച് ഫ്രണ്ട്, മനസ്സിലായല്ലോ? ഈ 12 ഇഞ്ച് ഫ്രണ്ടിനെ നമ്മൾ ഈ സൈഡിലോട്ട് വെക്കണം. ബൈക്സിൻ്റെ ഫ്രണ്ട് ലെങ്ത് അളന്നോക്കണം. ഈ സൈഡിൽ 12 വെച്ചാൽ ഇതുകൊണ്ട് എത്ര വരുന്നുണ്ട്? 14.5 ഇഞ്ച് വരെ ഫ്രണ്ടും അളന്നാൽ നമുക്ക് കിട്ടും. പിന്നെ അപ്പം എല്ലാവരും ചോദിക്കും, ഒരു കാരണവശാലും നമുക്കിപ്പോൾ ഈ പറഞ്ഞ അളവിൽ നിന്നും വ്യത്യാസമില്ല. ഈ കിടക്കുന്ന പീസുണ്ട്, ഇത് ഇത്രയും നമുക്ക് ഹുക്ക് വെക്കാനുള്ള പടിക്കെടുക്കാം, ഒരു പ്രശ്നവുമില്ല. ഇത്രയും അത് നമുക്ക് എത്ര ഇഞ്ച് കിട്ടുമെന്ന് നോക്കാം. കണ്ടോ, സുഖമായിട്ട് 9 ഇഞ്ചുണ്ട്. അപ്പം 8 ഇഞ്ച് സുഖമായിട്ട് തീർന്ന് കിട്ടും. പടി നോക്കട്ടെ, ബെൽറ്റിൻ്റെ വീതി 3 ഇഞ്ചും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം ഓക്കെ ആയി. ഇനി നമുക്ക് വേണ്ടത് ഹുക്കിൻ്റെ പടി ഇത് കണ്ടോ, നമുക്ക് ഈ ബാക്ക് നെക്കിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ മുറിക്കുവാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് 1 ഇഞ്ച് വീതിയും 10 ഇഞ്ചിലും ഇത് കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചോദിക്കും, ക്രോസ് പീസ് നമുക്ക് ഏത് ഭാഗത്തു നിന്ന് കിട്ടും? ഇനി ഇത് ഒറിജിനൽ പീസ് ആണെങ്കിൽ ക്രോസ് പീസ് കിട്ടും. നമുക്കിതുണ്ടോ, ഈ സൈഡിൽ നമുക്ക് ഞാൻ സ്കെയിൽ വെച്ച് കാണിക്കാം. ഈ സൈഡിൽ 1.5 ഇഞ്ച് സ്കെയിൽ കിട്ടും. ഇത് 1.5 ഇഞ്ച് ഇവിടുന്ന് നമുക്ക് പൈപ്പിംഗ് എടുക്കാം. ഇത് കൂടാതെ നമുക്ക് പൈപ്പിംഗ് ഈ സൈഡിൽ നിന്ന് നമുക്ക് വേണേൽ പൈപ്പിംഗ് എടുക്കാം. ഇങ്ങനെ ടേപ്പ് ഇത്രയും വീതി കിട്ടും. കൂടാതെ ഈ സൈഡിലുണ്ട്, ഈ സൈഡിൽ നമുക്ക് സുഖമായിട്ട് പൈപ്പിംഗ് പീസ് ഇതിൻ്റെ അപ്പുറത്തോട്ട് 2 ഇതിൽ വേണേലും വെച്ചെടുക്കാം. അപ്പോൾ അത് നമ്മൾ പറയുന്നത് ഇപ്പം നമ്മൾ ആരെയും ഒരു കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരികയല്ല. നമുക്കൊരു പ്രതികൂലമായ ഒരു സാഹചര്യം വരുവാണെങ്കിൽ എന്ത് ചെയ്യണം, അത് ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് തരുന്നത്. ആരെയും ഒരു കോമ്പറ്റീഷൻ ചെയ്യാനോ ഇല്ല ആർക്കെങ്കിലും
കഴിവ് കുറവുള്ളവരാണെന്ന് പറയാനോ ഒന്നുമല്ല. നമുക്കിങ്ങനെ പ്രതികൂലമായ ഒരു സാഹചര്യം വന്നെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ മറികടക്കണം എന്നൊരു ഐഡിയയ്ക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനൊരു സാഹചര്യം നിങ്ങൾക്കുണ്ടായെങ്കിൽ ഇതിൻ്റെ ഒരു സ്കെച്ച് എടുത്ത് ഇതേ മോഡലിൽ വെട്ടി ഇട്ട് തയ്ക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നു. വീഡിയോ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. ഇത് ഇത്രയും ചെയ്തു തരുന്നത് നിങ്ങൾക്ക് ചെയ്തു തരുന്നൊരു ഏറ്റവും വലിയ ഉപകാരമായിട്ട് കരുതണം. ഒരു ഗുരുമുഖത്ത് നിന്നും നിങ്ങൾക്ക് എത്രത്തോളം എങ്ങനെ ഒരു അറിവ് കിട്ടുന്നു എന്നൊരു സീരീസോടുകൂടി കണ്ട് തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന സാഹചര്യങ്ങൾ ഇത് അനുകൂലമാക്കുക. അതുപോലൊക്കെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വാട്സപ്പ് പോലുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. കാരണം തയ്യൽ ഉപജീവനമാർഗ്ഗമായി സ്വീകരിച്ച ഒത്തിരി പേര് നമ്മുടെ കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ മണ്ണിൽ ഉപജീവനമാർഗ്ഗം കഴിയുന്ന ഒത്തിരി മലയാളികൾ വനിതകളുമുണ്ട്, മറ്റുള്ള പുരുഷന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മുടെ ഒരു ഷെയർ കൊണ്ട് ഉപകാരം വരുമെങ്കിൽ അത് ദൈവത്തിൻ്റെ പേരിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും. അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ. നിങ്ങൾ ഓൾ ബട്ടൺ നമുക്കെങ്കിൽ മാത്രമേ ഉള്ളൂ. മിക്കവാറും ദിവസങ്ങളിൽ നിന്ന് വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഒരിക്കൽ കൂടി ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന നിറഞ്ഞ പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വീഡിയോ സുമനസ്സുകൾക്ക് സമർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. താങ്ക് യു. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ. സത്യത്തിൽ ഇത് ഈസ്റ്റർ ദിവസമാണ് ഇടുന്നത്. അപ്പം ഒരു ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകളും ഉണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.